Dear students, in the last class we learned about the basics of Raman spectra, and we know that Stokes lines and anti-Stokes lines are included in the Raman scattering effect. So as you know, the Stokes line is from vibrational transitions from the ground vibrational level to the excited virtual level and then relaxation into a higher level, higher vibrational level, which is 1. Because of this, the ground vibrational level will be more populated, so there is a greater intensity for Stokes lines to be more intense than the anti-Stokes line. Anti-Stokes lines originate from the excited vibrational level, which is 1, not from the 0 vibrational level, and this vibrational level will be much more less populated than the ground vibrational level, and because of that the anti-Stokes lines will be less intense than the Stokes lines. അതായത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടതായിരുന്നു റിലേ ലൈനിലാണ് ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി. റിലേ കൂടുതൽ മോളിക്യൂൾസും ഗ്രൗണ്ട് വൈബ്രേഷണൽ ലെവലിൽ ഇരുന്നിട്ട് ഹയർ ലെവലിലേക്ക് പോയിട്ട് തിരിച്ച് അതേ ലെവലിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനുള്ള പ്രോബബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഇരിക്കാൻ സാധ്യതയുള്ള ലെവലും ഈ ഗ്രൗണ്ട് വൈബ്രേഷണൽ ലെവലാണ്. അതുകൊണ്ട് ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ലൈൻ റിലേ ലൈൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഈ സ്റ്റോക്ക് ലൈനും ആന്റി സ്റ്റോക്ക് ലൈനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്റൻസിറ്റി ഉണ്ടാവാൻ സാധ്യതയുള്ളത് സ്റ്റോക്ക് ലൈനാണ്. അതിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം V = 0 എന്ന് പറഞ്ഞ വൈബ്രേഷണൽ ലെവലിലാണ് സ്റ്റോക്ക് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് ഹയർ വെർച്വൽ ലെവലിലേക്ക് പോയിട്ട് തിരിച്ച് പഴയ ലെവലിലേക്കല്ല വരിക, ഹയർ വൈബ്രേഷണൽ ലെവൽ അല്ല 1ലേക്കാണ് വരിക. ഇനി ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസ് ഇരിക്കാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് ഈ 0 വൈബ്രേഷണൽ ലെവലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ട്രാൻസിഷൻസ് കൂടുതൽ ഒക്കർ ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇന്റൻസിറ്റി സ്റ്റോക്ക് ലൈൻസിലായിരിക്കും. ആന്റി സ്റ്റോക്ക് ലൈൻസിന്റെ ഇന്റൻസിറ്റി ഭയങ്കര കുറവാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1 എന്ന് പറഞ്ഞ എക്സൈറ്റഡ് വൈബ്രേഷണൽ ലെവലിൽ നിന്നാണ്. എന്നിട്ട് വെർച്വൽ ലെവലിലേക്ക് പോകുന്നു, എന്നിട്ട് തിരിച്ച് റിലാക്സ് ചെയ്യുമ്പോൾ ഗ്രൗണ്ട് വൈബ്രേഷണൽ ലെവലിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ഈ 1 എന്ന് പറഞ്ഞ വൈബ്രേഷണൽ ലെവലിൽ മോളിക്യൂൾസ് കുറവായിരിക്കും. കൂടുതലും മോളിക്യൂൾസും 0 വൈബ്രേഷൻ ലെവലിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റൻസിറ്റി ഇങ്ങനത്തെ ട്രാൻസിഷൻസ് ഭയങ്കര കുറവാണ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആന്റി സ്റ്റോക്ക് ലൈനിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും. ഇനി നമുക്ക് ഇതാണ് ടിപ്പിക്കൽ രാമൻ സ്പെക്ട്ര. ഇതാണ് റിലേ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇതിന് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഈ സ്റ്റോക്ക് ലൈൻസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ലൈൻസ് ഓരോ കൃത്യ അളവിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആന്റി സ്റ്റോക്ക് ലൈൻസ്. ആന്റി സ്റ്റോക്ക് ലൈൻസ് ഇതുപോലെ ഈക്വലി സ്പേസ്ഡ് ആണ്. ഈ ഷിഫ്റ്റിന്, അതായത് റിലേ സ്കാറ്ററിംഗിൽ നിന്നുള്ള ഈ ഷിഫ്റ്റ്, രാമൻ ലൈൻസിന്റെ ഷിഫ്റ്റിനെയാണ് നമ്മൾ Raman shift എന്ന് വിളിക്കുന്നത്. Okay. Now let us discuss what is the condition for Raman spectra to occur. In order for a vibration or rotation to be Raman active, it must cause a change in the molecular polarizability. So that is the condition for Raman spectra. There should be a change in the polarizability. Now let us look what is meant by polarizability. When a molecule is subjected to a static electric field, it suffers some distortion. The center of positive charges is displaced slightly towards the negative pole of the field, and the center of the negative charges is slightly displaced towards the positive pole.
This separation of charge centers, called polarization, causes an induced dipole moment to be set up in the molecule, which is directly proportional to the strength of the electric field. നമുക്കറിയാവുന്നതാണ് മോളിക്യൂള് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വരുമ്പോൾ ചെറുതായിട്ടൊരു ഡിസ്റ്റോഷൻ, ഒരു ചാർജിന്റെ ഒരു ഡിസ്റ്റോഷൻ സംഭവിക്കും. അതായത് പോസിറ്റീവ് ചാർജ് ആയിട്ട് മോളിക്യൂളിന്റെ ന്യൂക്ലിയസ് ആയിരിക്കും. ന്യൂക്ലിയസ് ചെറുതായിട്ട് ഇലക്ട്രിക് ഫീൽഡിന് നെഗറ്റീവ് പോളിലേക്ക് അട്രാക്റ്റഡ് ആവുക. അതുപോലെ തന്നെ ഇലക്ട്രോൺ ക്ലൗഡിന് നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. അത് പതുക്കെ പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡിന്റെ പോസിറ്റീവ് പോളിലേക്ക് പതുക്കെ അട്രാക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പോളറൈസേഷൻ വരും, ഒരു സെപ്പറേഷൻ ഓഫ് ചാർജസ്. അതുകൊണ്ട് ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ആ ഡൈപോൾ മൊമെന്റ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡിന് ആനുപാതികമായിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ പോളറൈസബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഈ പോളറൈസബിലിറ്റി ആണ് രാമൻ സ്പെക്ട്ര കാണിക്കാനുള്ള എസെൻഷ്യൽ കണ്ടീഷൻ. The deformability of a bond or a molecule in response to an applied electric field. It is the most important selection rule for Raman spectra. Intensity of the Raman peak depends on polarizability of each molecule of a substance. So the condition for Raman spectroscopy is vibrational modes that are more polarizable are more Raman active. Examples are dinitrogen, symmetric stretching. It causes dinitrogen, as you know, it's a homonuclear diatomic molecule. It causes no change in dipole moment, so it is IR inactive, but it causes a change in the polarizability of the bond as the bond gets longer when it is more easily deformed. So it is Raman active. So as all of you know that nitrogen is not at all IR active because there is no, the essential condition for a IR active vibration is there should be a change in dipole moment. Since there is no change in dipole moment, it is IR active, but it is Raman active. The symmetric stretching of nitrogen is Raman active. This is because there is a change in the polarizability of the bond. The bond gets longer. Now what about carbon dioxide? Carbon dioxide, asymmetric stretching causes a change in dipole momentum, so it is IR active. Polarizability change of one C double bond or bond lengthening is cancelled by the shortening of the other, so no net polarizability, Raman inactive. Some modes may be both IR and Raman active, other may be one or the other. All of you know that the carbon dioxide, asymmetric stretching of carbon dioxide causes a change in dipole moment, and so it is IR active, but it is Raman inactive. This is because when one CO bond lengthens, the other CO bond shortens. So there is no net polarizability does not occur there, and so it is Raman inactive. So the asymmetric stretching of carbon dioxide is IR active but Raman inactive. Similarly, the symmetric stretching of carbon dioxide is Raman active but IR inactive. All of you know that you have learnt in the IR spectroscopy that carbon dioxide, symmetric stretching of carbon dioxide is IR inactive. This is because there is no change in dipole moment. But the symmetric stretching of carbon dioxide is Raman active. This is because there is a change in the polarizability of the bond, because the two bonds CO bonds get lengthened. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് പോളറൈസബിലിറ്റി എന്നാണ് കണ്ടീഷൻ ഫോർ രാമൻ ആക്റ്റീവ് സ്പെക്ട്ര. ഓക്കെ,
അപ്പൊ നമുക്ക് നമ്മൾ മുമ്പത്തെ IR സ്പെക്ട്രയും രാമൻ സ്പെക്ട്രയായിട്ട് നല്ല സാമ്യമുണ്ട്. IR സ്പെക്ട്രയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായി നൈട്രജൻ, ഓക്സിജൻ, ഹൈഡ്രജൻ അങ്ങനത്തെ മോളിക്യൂൾസിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ് ഒക്കെ IR ഇനാക്റ്റീവ് ആണ്. ഹോമോ ന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് അവരൊന്നും IR സ്പെക്ട്ര കാണിക്കത്തില്ല. കാരണം അവരുടെ വൈബ്രേഷനിൽ ഒരു ഡൈപോൾ മൊമെന്റ് ചേഞ്ച് വരുന്നില്ല. അപ്പൊ അത് IR ഇനാക്റ്റീവ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. പക്ഷെ അവരൊക്കെ രാമൻ ആക്റ്റീവ് ആണ്. രാമൻ ആക്റ്റീവ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോളറൈസബിലിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. പോളറൈസബിലിറ്റിയിൽ, അതായത് രണ്ട് ബോണ്ടും ലെങ്തൻ ചെയ്യുന്നത് കൊണ്ട് പോളറൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് രാമൻ ആക്റ്റീവ് ആണ്. ഇതുപോലെ തന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞത്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അസിമെട്രിക് സ്ട്രെച്ചിങ്. അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് ഞാൻ മുമ്പത്തെ സ്ലൈഡുകളിൽ കാണിച്ചിട്ടുണ്ടായി. അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഓർക്കുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ ഒരു ബോണ്ട് ചെറുതാവുമ്പോൾ മറ്റേ ബോണ്ട് വലുതാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അതുകൊണ്ട് IR ആക്റ്റീവ് ആണ്. പക്ഷെ അതൊരിക്കലും രാമൻ ആക്റ്റീവ് അല്ല. രാമൻ ഇന്നാക്റ്റീവ് ആണ്. കാരണം അവിടെ പോളറൈസബിലിറ്റി സംഭവിക്കുന്നില്ല. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വേറെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്. അത് സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ്. രണ്ട് ബോണ്ടും ലെങ്തൻ ചെയ്യാം. രണ്ട് ബോണ്ടും ലെങ്തൻ ചെയ്തുകൊണ്ട് അവിടെ ഒരു ഡൈപോൾ മൊമെന്റിൽ ഒരു വ്യത്യാസം വരാത്തതുകൊണ്ട് ആ സിമെട്രിക് സ്ട്രെച്ചിങ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ IR ഇന്നാക്റ്റീവ് ആയിരുന്നു. പക്ഷെ സിമെട്രിക് സ്ട്രെച്ചിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പോളറൈസബിലിറ്റി ഉണ്ടാവുന്നത് കൊണ്ട് അത് രാമൻ ആക്റ്റീവ് ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് അസിമെട്രിക് സ്ട്രെച്ചിങ് IR ആക്റ്റീവും രാമൻ ഇന്നാക്റ്റീവ് ആവുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സിമെട്രിക് സ്ട്രെച്ചിങ് IR ഇന്നാക്റ്റീവും രാമൻ ആക്റ്റീവുമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാവുന്നതാണ് പോളറൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, ഡിസ്റ്റോർഷൻ വരുന്നത് കൊണ്ട്. ഈ പോളറൈസേഷൻ കാരണം ഒരു ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ് എപ്പോഴും ആനുപാതികമാണ്. എന്തിനാണ്? ഇലക്ട്രിക് ഫീൽഡിന് ആനുപാതികമാണ്. മ്യൂ ഇൻറ്റ്. Induced dipole is represented as mu int is equal to alpha into E, where alpha is the proportionality constant called the polarizability and E is the electric field. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് E എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആയ ആൽഫേനെ വിളിക്കുന്നത് പോളറൈസബിലിറ്റി എന്നാണ്. മ്യൂ ഇൻഡ്യൂസ്ഡ് ആണ് ഡൈപോൾ മൊമെന്റ്. So the essential condition for a vibration to be Raman active is it must cause a change in the molecular polarizability. Now let us calculate. Now let us learn what is the selection rule for a pure rotational Raman spectra. Rotational spectra. മുമ്പ് നമ്മൾ പഠിച്ചത് വൈബ്രേഷൻ സ്പെക്ട്രനെ കുറിച്ചാണ്. ഇനി എന്താണ് സെലക്ഷൻ റൂൾ ഫോർ എ റൊട്ടേഷണൽ രാമൻ സ്പെക്ട്ര? റൊട്ടേഷണൽ രാമൻ സ്പെക്ട്രയുടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ G is equal to plus or minus 2 ആണ്. ഡെൽറ്റ G is equal to plus or minus 2. നമ്മൾ പഠിച്ചായിരുന്നു റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയുടെ സെലക്ഷൻ റൂൾ ഡെൽറ്റ G equal to plus or minus 1 ആണ്. പക്ഷെ രാമൻ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയുടെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ J is equal to plus or minus 2 ആണ്. അപ്പൊ നമ്മൾ നേരത്തെ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയിൽ പഠിച്ചതാണ്. റൊട്ടേഷണൽ ടേം ആണ് അപ്സിലോൺ J is equal to BJ into J plus 1. ഇതൊക്കെ ഓർത്തെടുക്കുക. J എന്ന് പറയുന്നത് റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പർ ആയിരുന്നു. അതിന്റെ വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ J is equal to plus or minus 2 ആണെങ്കിൽ, അതായത് ഏറ്റവും താഴത്തെ വൈബ്രേഷണൽ റൊട്ടേഷണൽ ലെവലിൽ ഇരിക്കുന്ന മോളിക്യൂള് ഒരു സ്റ്റെപ്പ് മറികടന്ന് 2ലേക്ക്, അതായത് ഒരു സ്റ്റെപ്പ് മറികടന്ന് 0യിൽ ഇരിക്കുന്ന ആള് 2ലേക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു ട്രാൻസിഷൻ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യണത്. അപ്പൊ അതിന്റെ ചേഞ്ച് ഇൻ റൊട്ടേഷണൽ ടേം അല്ലെങ്കിൽ ഡെൽറ്റ അപ്സിലോൺ എന്തായിരിക്കും നോക്കാം. അപ്സിലോൺ J plus 2 മൈനസ് അപ്സിലോൺ J, അതായത്
ജെയിൽ ഇരിക്കുന്ന ആള് J+2ലേക്ക് ജെയിലിരിക്കുന്ന മോളിക്യൂൾ J+2ലേക്ക് ചാടുന്ന ഒരു ട്രാൻസിഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഈ J+2? J+2ന്റെ ഇക്വേഷൻ എന്ത് വരും? B ഇൻറ്റു J+2 ഇൻറ്റു J+3 അല്ലെ? J+1 ഇവിടെ കിടക്കുന്ന കാരണം J+3 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് B J ഇൻറ്റു J+1 കാരണം എപ്സിലോൺ J അല്ലെങ്കിൽ റൊട്ടേഷണൽ ടേം എന്താണ്? BJ ഇൻറ്റു J+1. ഇനി ഇത് നമുക്ക് മൈനസ് ചെയ്യാം. B കോമൺ ഫാക്ടർ ആണ്, പുറത്തേക്ക് എടുക്കുക. J+2 ഇൻറ്റു J+3 ചെയ്യുക. J ഇൻറ്റു J+1 ചെയ്യുക. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലി നമുക്ക് 4J+6 കിട്ടും. B ഇൻറ്റു 4J+6. വേവ് നമ്പർ ടേംസിലായതുകൊണ്ടാണ് സെന്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ യൂണിറ്റ് വന്നത്. ജെയുടെ വാല്യൂസ് ഇവിടെ ജസ്റ്റ് എഴുതിയിട്ടുണ്ട് 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, വേർ ജെ ഇസ് ദ റൊട്ടേഷണൽ കോണ്ടന്റ് നമ്പർ. ഓക്കെ, അപ്പൊ ഇതില് ജെ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജെയുടെ വാല്യൂ ആദ്യത്തെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജെ 0 ആകുമ്പോൾ എന്ത് വരും? 0 ഇൻറ്റു 4 + 6 അതായത് 6B വരും. അതായത് റൊട്ടേഷണൽ സ്പെക്ട്രം നടക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ലൈൻ കാണാൻ സാധ്യതയുള്ളത് 6B എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 6Bയിലായിരിക്കും ലൈൻ കാണാൻ പോകുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ന്യൂ ബാർ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എപ്സിലോൺ ഓർ ന്യൂ ബാർ പ്ലസ് ഓർ മൈനസ് B ഇൻറ്റു 4J+6. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ആ ഇക്വേഷനിൽ ഇപ്പൊ പഠിച്ച ഈ ഇക്വേഷനിൽ നമ്മൾ ജെക്ക് 0 ഇട്ട് കൊടുക്കുന്നു, പിന്നെ 1 ഇട്ട് കൊടുക്കുന്നു. 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും? 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ 6B എന്ന് വന്നു. 1 ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും? 4 ഇൻറ്റു 1 പ്ലസ് 6 എത്ര? 10 വരും. 10B. അപ്പൊ രണ്ടാമത്തെ ട്രാൻസിഷൻ വരാൻ സാധ്യതയുള്ളത് 10ന്റെ അവിടെയാണ്, 10Bയുടെ അവിടെയാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ന്യൂ ബാറിന്റെ അവിടെയാണെങ്കിൽ ആദ്യത്തെ ലൈൻ കാണാൻ പോണത് പ്ലസ് ഓർ മൈനസ് 6Bയുടെ അവിടെ. അതായത് ലെഫ്റ്റില് സ്റ്റോക്സ് ലൈൻസും ഉണ്ടാവും, റൈറ്റില് ആന്റി സ്റ്റോക്ക് ലൈനും ആണ്. 6Bയുടെ അവിടെ ലെഫ്റ്റില് സ്റ്റോക്സ് ലൈൻസും റൈറ്റില് ആന്റി സ്റ്റോക്ക് ലൈൻസും ഉണ്ടാവും. രണ്ടാമത്തെ ലൈൻ എവിടെ കാണാൻ സാധ്യതയുള്ളത്? 10Bയുടെ അവിടെയാണ്. 10B. അപ്പൊ 10Bയുടെ അവിടെ ലെഫ്റ്റില് സ്റ്റോക്ക് ലൈൻസും 10Bയുടെ അവിടെ റൈറ്റില് ആന്റി സ്റ്റോക്സ് ലൈൻസ് ഉണ്ടാവും. റിലേ സ്കാറ്ററിംഗിന്റെ ലെഫ്റ്റും റൈറ്റും ആണ് ഈ പറയുന്നത്. റിലേ സ്കാറ്ററിംഗിന്റെ. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത വാല്യൂ എന്ന് പറയുന്നത് എന്താ? 3 ആണ്. മുമ്പത്തെ സ്ലൈഡിലേക്ക് പോവാം. 2 ആണ് ഇട്ട് കൊടുക്കുന്നത്. 0 ഇട്ട് കൊടുത്തു, 1 ഇട്ട് കൊടുത്തു. ഇനി 2 വരുമ്പോൾ 4 ഇൻറ്റു 2 8. 8 + 6 14 വരും. 14Bയിൽ അവിടെയാണ് അടുത്ത ലൈൻ കാണുക. അപ്പൊ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 14Bയുടെ റൈറ്റില് ആന്റി സ്റ്റോക്ക് ലൈൻസും ലെഫ്റ്റില് സ്റ്റോക്ക് ലൈൻസും വരും. അടുത്തത് 18Bയുടെ അവിടെ, അതായത് 4B വ്യത്യാസത്തില് നമുക്ക് ലൈൻസ് കാണാൻ പറ്റും. അപ്പൊ സ്പെക്ട്ര ഇരിക്കുന്നത് അങ്ങനെയായിരിക്കും. 4Bയുടെ വ്യത്യാസത്തില് ലൈൻസ് ഉണ്ടാവും. ലെഫ്റ്റിലും ഉണ്ടാവും, റൈറ്റിലും ഉണ്ടാവും. ലെഫ്റ്റിലുള്ളതിനെ നമ്മൾ ആന്റി സ്റ്റോക്സ് എന്നും റൈറ്റിലുള്ളതിനെ നമ്മൾ സ്റ്റോക്ക് ലൈൻസ് എന്നും പറയും. ഇപ്പൊ റിലേ ലൈനിന്റെ ലെഫ്റ്റും റൈറ്റിലും 4B ആദ്യത്തെ മാത്രം 6B വ്യത്യാസത്തില്, ബാക്കിയുള്ളതെല്ലാം 4B വ്യത്യാസത്തിൽ വരുന്നതിനെയാണ് സ്റ്റോക്ക് ലൈൻ, ആന്റി സ്റ്റോക്ക് ലൈൻസ് എന്ന് വിളിക്കുന്നത്. അത് നമ്മളിവിടെ മുമ്പത്തെ ഒരു ഇതില് ഡയഗ്രത്തിൽ കാണിച്ചായിരുന്നു. ഇതാണ് റിലേ ലൈൻ. ഇത് റിലേ ലൈൻ. ഇതിന്റെ 6B വ്യത്യാസത്തിലാണ് സ്റ്റോക്ക് ലൈൻ, ആദ്യത്തെ സ്റ്റോക്ക് ലൈൻ. അതുപോലെ തന്നെ 6B വ്യത്യാസത്തില് ആന്റി സ്റ്റോക്ക് ലൈൻ. പിന്നെ 4Bയുടെ വ്യത്യാസത്തില് അടുത്ത സ്റ്റോക്ക് ലൈൻ. അപ്പൊ ഇവിടെയും 4Bയുടെ വ്യത്യാസത്തില് ആന്റി സ്റ്റോക്ക് ലൈൻ. ഇതിന്റെ പൊക്കം കുറവാണ്. അതിന്റെ റീസൺ എന്താ കണ്ട, ഇവിടെ പീക്ക് കാണിച്ചിരിക്കുന്ന പൊക്കം കുറവായിട്ടാണ്. ഇവിടെയാണെങ്കിൽ സ്റ്റോക്ക് ലൈനിന്റെ അവിടെ വലിയ പൊക്കമുണ്ട്, കൂടുതൽ പൊക്കമുണ്ട്. അതിന്റെ റീസൺ ഇന്റൻസിറ്റി ആണ്. പൊക്കം എന്തിന്റെ, ഹൈറ്റ് എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ്? ഇന്റൻസിറ്റി ആണ്. സ്റ്റോക്ക് ലൈൻസിന്റെ ഇന്റൻസിറ്റി കൂടുതലും, ആന്റി സ്റ്റോക്ക് ലൈൻസിന്റെ ഇന്റൻസിറ്റി കുറവായിരിക്കും. അപ്പൊ നമ്മളിവിടെ
6B കഴിഞ്ഞ് 10B വരെയാവും. അടുത്ത എന്താ 14Bയുടെ അവിടെയാണ് അടുത്ത സ്റ്റോക്ക് ലൈൻ വരുന്നത്. ഇവിടെയും 14Bയുടെ അവിടെ ആന്റി സ്റ്റോക്ക് ലൈൻസ് നമുക്ക് കാണാവുന്നതാണ്. ഈ ഷിഫ്റ്റ് ആണ് നമ്മളിപ്പോ കണ്ട റൊട്ടേഷണൽ ടേം. Now let us discuss the Raman spectra for vibrational transitions. Rotational transition നമ്മൾ delta G is equal to plus or minus 2 എന്ന് പഠിച്ചു. But the selection rule for vibrational Raman spectra is delta V equal to plus or minus 1. ഇതാണ് സെലക്ഷൻ റൂൾ ഫോർ രാമൻ സ്പെക്ട്ര. ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. നമുക്കറിയാവുന്നതാണ് IR സ്പെക്ട്രയിൽ നമ്മൾ സെലക്ഷൻ റൂൾ പഠിച്ചായിരുന്നു. IR സ്പെക്ട്രയിലെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 അങ്ങനെ പോകുന്നു. എന്നിട്ട് ആ ലൈൻസിനെ ഫണ്ടമെന്റൽ ലൈൻസ് എന്നും ഓവർടോൺസ് എന്നും ഒക്കെ നമ്മൾ വിളിച്ചായിരുന്നു. പക്ഷെ രാമൻ സ്പെക്ട്രയിലെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഡെൽറ്റ വി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. ആ ട്രാൻസിഷൻ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അതായത് വി ഈക്വൽ ടു 0 ഇരിക്കുന്ന ഒരാൾക്ക് വി ഈക്വൽ ടു 1 ചാടാൻ പറ്റും. വി ഈക്വൽ ടു 1 ഇരിക്കുന്ന ആൾക്കാണെങ്കിൽ തൊട്ടടുത്ത ലെവലായ 2 പോകാൻ പറ്റും. അതാണ് വൈബ്രേഷണലിന്റെ സെലക്ഷൻ റൂള്. Okay, so this is for today. Okay, thank you.